ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. തിരൂർ വാക്കാട് പമ്പിന് സമീപം ബൈക്കും ആപ്പയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. എടക്കടപ്പുറം വെമ്പാലമറമ്പ് സ്വദേശി തേലത്ത് മുഹമ്മദ് കുട്ടിയുടെ മകൻ മുഹാഫാണ് മരിച്ചത്. കുറ്റിപ്പുറത്ത് വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല് അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിലെയും ഗവൺമെന്റ് ഹൈസ്കൂളിലെയും ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ വാഹന പാർക്കിംഗ് നിരോധിച്ച് ബോർഡ് വെച്ച പാതയോരത്ത് തന്നെ ബൈക്കുകളുടെ നീണ്ട നിര. സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് ഈ വണ്ടിത്താവളം ബുദ്ധിമുട്ടാണെന്ന് കരുതിയാണ് പാർക്കിംഗ് നിരോധിച്ചിരുന്നത്. ജൽജീവൻ മിഷൻ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പൊളിച്ച റോഡുകൾ അടിയന്തര പ്രാധാന്യത്തോടെ നവീകരിക്കാൻ തീരുമാനം. പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന്റെ ഭാഗമായി ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുന്ന റോഡുകളാണ് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തും ജല അതോറിറ്റിയും സംയുക്തമായി വകയിരുത്തിയ 14.3 കോടിയോളം രൂപ ഉപയോഗിച്ച് നവീകരിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ലഹരി വ്യാപനം പ്രതിരോധിക്കാൻ പൊന്നാനി പോലീസിന്റെ നേതൃത്വത്തിൽ കവചം പദ്ധതി നടപ്പാക്കുന്നു. യുവാക്കളിലെയും വിദ്യാർത്ഥികളിലെയും ലഹരി ഉപയോഗത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദിയുടെ നേതൃത്വത്തിൽ വകയിരുത്തി. പാലക്കാട് നിന്ന് പ്രത്യേക ട്രെയിനിലെത്തിയ സംഘമാണ് അങ്ങാടിപ്പുറത്ത് ആദ്യ പരിശോധന നടത്തിയത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ പുതിയ നടപ്പാലത്തിൽ അടയാള ബോർഡുകളില്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഷനിലെ 3 പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ച് മധ്യഭാഗത്തായി പുതിയ നടപ്പാലം നിർമ്മിച്ചത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.